വേൾഡ് കപ്പിൽ ഇന്നലെ നടന്ന റൗണ്ട് ഓഫ് 32-വിലെ ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിൽ വമ്പൻ വിജയവുമായി ഫ്രാൻസ്. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഫ്രാൻസ് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടിയത്. കീലിയൻ എംബാപ്പയുടെ മാജിക് കണ്ട രാത്രി എംബാപ്പെ അവസാനിപ്പിക്കുന്നില്ല, ഗോളടിച്ച് കൂട്ടുകയാണ്. ഫ്രാൻസ് സ്വീഡൻ പോരാട്ടത്തിൻ്റെ തുടക്കം മുതലേ ഫ്രാൻസ് തന്നെയായിരുന്നു മികച്ചു നിന്നത്. ഇടയ്ക്കിടെ സ്വീഡൻ്റെ കൗണ്ടർ അറ്റാക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത് മത്സരത്തിൻ്റെ 45-ാം മിനിറ്റിലാണ്. കീലിയൻ എംബാപ്പയുടെ മനോഹരമായ ഫിനിഷിങ്ങിനൊടുക്കം ഫ്രാൻസ് ആദ്യ ലീഡ് എടുക്കുന്നു. 53-ാം മിനിറ്റിൽ ബാർക്കോളയുടെ ഗോളിലൂടെ ഫ്രാൻസ് ലീഡ് വർദ്ധിപ്പിക്കുന്നു. ഇതോടെ ഫ്രാൻസ് ഏകദേശം വിജയം ഉറപ്പിച്ചിരുന്നു. ഇതിനിടെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ സ്വീഡൻ നടത്തി നോക്കിയെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ മത്സരത്തിൻ്റെ 74-ാം മിനിറ്റിൽ കീലിയൻ എംബാപ്പെ പട്ടിക പൂർത്തീകരിച്ചു. സ്വീഡനെതിരെ 3-0 തകർപ്പൻ വിജയം. കീലിയൻ എംബാപ്പയുടെ ഈ വേൾഡ് കപ്പിലെ 6ാം ഗോളാണ്. ഈ ഗോളോടെ കീലിയൻ എംബാപ്പെ ലിയോ മെസ്സിക്കൊപ്പം എത്തിയിരിക്കുകയാണ് ഗോൾഡൻ ബൂട്ട് റേസിൽ. ഇരുവർക്കും നിലവിൽ ഇപ്പോൾ 6 ഗോളുകളാണുള്ളത്. കീലിയൻ എംബാപ്പയുടെ ചിറകിലേറിക്കൊണ്ട് ഫ്രാൻസ് കുതിക്കുകയാണ്. നിർണായക മത്സരത്തിൽ സ്വീഡന് ഗോളടിക്കാനും സാധിച്ചില്ല. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേ ഐവറി കോസ്റ്റിയെ പരാജയപ്പെടുത്തി. ഇരു ടീമുകളും ഒന്നിനൊന്ന് മെച്ചത്തോടെയായിരുന്നു പന്ത് തട്ടിയത്. നോർവേ കളിക്കളം ഭരിക്കുമെന്ന് കരുതിയെങ്കിൽ ഐവറി കോസ്റ്റിയായിരുന്നു മത്സരത്തിൻ്റെ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ചത്. പക്ഷേ പതിയെ ഗിയർ മാറ്റിയ നോർവേ ആകട്ടെ ആദ്യ ഗോൾ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തി. നുസയായിരുന്നു നോർവേക്കായി ആദ്യം ഗോൾ കണ്ടെത്തിയത്. മത്സരം നോർവേ വിജയിക്കുമെന്ന് തോന്നിപ്പിച്ച നിമിഷം മത്സരത്തിൻ്റെ 75-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റയുടെ ഡിയാലോ നേടിയ ഗോളിലൂടെ മത്സരം ഒപ്പം പിടിക്കുന്നു. ഇങ്ങനെയെങ്കിൽ മത്സരം സമനിലയിലേക്കെന്ന് വീണ്ടും തോന്നിപ്പിച്ചു. പക്ഷേ 86-ാം മിനിറ്റിൽ എർലിംഗ് ഹാലൻഡ് അവതരിക്കുന്നു. എർലിംഗ് ഹാലൻഡിൻ്റെ തകർപ്പൻ ഗോളിലൂടെ നോർവേ 2-1 മത്സരം വിജയിക്കുന്നു. റൗണ്ട് ഓഫ് 16ലേക്ക് മുന്നേറുകയാണ് നോർവേ. റൗണ്ട് ഓഫ് 16ലേക്ക് മുന്നേറിയ നോർവേ കാത്തിരിക്കുന്നത് ലോകരാജാക്കന്മാരായ ബ്രസീലായിരിക്കും. ഒരു ബ്രസീൽ നോർവേ പോരാട്ടമാണ് റൗണ്ട് ഓഫ് 16ൽ നമുക്ക് കാണാൻ സാധിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.